ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ളോഗ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കുട്ടികളും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 7:45 രാവിലെ. ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞങ്ങളൊരു വലിയ അടിച്ചുപൊളിയൊന്നുമില്ലല്ലേ, ചെറിയ രീതിയിൽ ഒരു ഗെറ്റ് ടുഗെദറാണ്. അപ്പോൾ അത് ഞങ്ങളെ കൂട്ടുകാരെ വിളിക്കാൻ പോവുകയാണ്. രാമചേട്ടൻ ബൾക്കായല്ലോ. അല്ല, ഹൽക്ക. എന്താണ് ബൾക്കോ? ഹൽക്ക്. ഞാൻ പറയാ മറ്റേ എന്താ പറയാ, ഫോറിനേഴ്സ്. അങ്ങനെ എല്ലാവരും വീട്ടിലെത്തിയൊക്കെ റെസ്റ്റ് ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ ആദ്യമേ റെഡിയാക്കിയിരുന്നു. നല്ല ദോശയും ചമ്മന്തിയൊക്കെ. നമ്മൾ യാത്രയൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയല്ലേ എപ്പോഴും ബെസ്റ്റ്. അപ്പത് ഞങ്ങൾ ബാൽക്കണിയിലാട്ടം സെറ്റ് ചെയ്തത്. അടിപൊളി വൈബാണ്. പുറത്ത് നല്ല മഴയും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു ഷർട്ട് ഇടാൻ പറഞ്ഞതാണ്. പട്ടി കൊടുക്കല്ല, നിനക്കൊക്കെ തിന്നാനുണ്ടോ വെച്ചത്? വോയിസ് ഓവർ ഒക്കെ ഞാൻ കൊടുക്കുന്നത് പിള്ളേർക്കൊന്നും വേണ്ടേ? ഗൈസ്, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇത് എല്ലാവരും ഗെറ്റ് റെഡി ആയി. ഞങ്ങൾ ഇന്ന് ചെറിയൊരു പ്ലാൻ മാറ്റി ക്യാബിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്യാബ് അവർ നല്ല പ്രൈസ് കൂട്ടിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. എന്റെ വസുക്കുട്ട റെഡി ആയല്ലോ. ഹായ് പറയൂ. ഹായ്. വെള്ളാത്തിയോ? ഓ, ഞങ്ങളൊരു മോഹൻ കൊച്ചി ഉണ്ട് കേട്ടോ ഇവിടെ. മോഹൻ കുറ്റി ആ വോക്കൊന്ന് കാണിച്ചേ, എനിക്ക് ഞാൻ വീഡിയോ എടുക്കാം. ആയിട്ടില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോ നല്ല മഴ പെയ്തു. മഴയത്തന്നെ പോകാൻ അല്ലേ? ഓ, നമ്മള് പീലിക്കുള പോയി നോക്കാം, നമുക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത്. എല്ലാരും ഇറങ്ങാൻ നിൽക്കാണ്. പീലിക്കുള ബാല ഞങ്ങളെ കൂടെ പോരെ. അത് ബാക്കിലുണ്ടോ ഇപ്പോഴും? എങ്ങനെ പോകും നമ്മൾ? എങ്ങനെ പോകും നമ്മൾ? അങ്ങനെയോ? ഇത് രാമചേട്ടന്റെ ഹൽക്ക്. രാമചേട്ടൻ മസിൽ. ഇതാണോ മസിൽ? മസിലാണേ. അടുത്ത ഈവനിങ് നമ്മള് രാമചേട്ടന്റെ ബോഡി ഷോ ഉള്ളതാണ്. മ്യൂസിക് വിത്ത് ബോഡി ഷോ. ഇതാണ് നമ്മളുടെ മോഡൽ ബാല. ഭാവി നമ്മളുടെ മോഡലിംഗ് രംഗത്ത് കുതിച്ചുയരാൻ ചാൻസ് ഉള്ള ഒരു താരമാണ്. ഇപ്പൊ കണ്ടുവെച്ചോളൂ, ഈ മുഖം ഓർത്ത് വെച്ചോളൂ. പിന്നെ നമ്മളുടെ ജൂനിയർ ജിമ്മൻ. അതെ, അതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഫുള്ള് ബഹളം. പോയി നമുക്ക് മുന്നിൽ ഇരുന്നിട്ട്
പോണം നമ്മള് വെള്ളത്തില് എവിടെ പോണ വെള്ളത്തില് ഉറപ്പ് കൊടുക്കോ കൊടുക്കുന്നുണ്ടോ? ഇവക്ക് ഉറപ്പ് കൊടുക്കോ? ഇല്ല. അപ്പൊ നമ്മള് പോണില്ല, നമ്മള് വേറെ സ്ഥലം കാണാൻ പോവാ. മഴ ആയതുകൊണ്ട് വെള്ളം കയറി, അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. യെസ്. സ്വിമ്മിംഗ് പൂളിൽ പോകുന്നില്ലേ? ആ ബീച്ചിൽ പോവും ഈവനിങ്. ഈവനിങ് ബീച്ചിൽ പോവാം. ബാംഗ്ലൂർ അല്ല, അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിൽ പോകണമെന്ന് വിചാരിച്ചു. അപ്പൊ പെരും മഴ ചെയ്തിട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് തന്നെ പോകേണ്ടി വന്നു. അപ്പൊ നമ്മൾ കാറിൽ യാത്ര തുടങ്ങി. അതേ കുട്ടി അച്ഛനും മക്കളും കുട്ടിയും പറഞ്ഞു. ഇവിടെ വായിച്ച് 2 ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ തോന്നുന്നത്. ഇന്നലെ ഞാൻ പോകുമ്പോ പെരും മഴ കേട്ടോ. എന്നിട്ട് അവിടെ ഒരു പാലുണ്ട്. അപ്പൊ ഞങ്ങളതേ മാംഗ്ലൂർ ഫേമസ് ആയിട്ടുള്ള പീലിക്കുളയിൽ എത്തിയിട്ടോ. പീലിക്കുള എന്ന പേര് തുളു ഭാഷയിൽ കടുവക്കുളം എന്നാണ് അർത്ഥം വരുന്നത്. ഒരു കാലത്ത് കടുവകൾ വെള്ളം കുടിക്കാൻ എത്തിയിരുന്ന തടാകത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ അവർ ഈ പേരിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ പീലിക്കുളയിലാണ് ഇപ്പൊ ഉള്ളത്. ഷെയ്ക്കോ വെള്ളമോ വെള്ളം മാറിയിട്ട് വെള്ളാണെങ്കിൽ അതിനകത്തുണ്ട് ബാഗില്. പാ നിക്കണ പോലെ തന്നെ ഡോഗ് നിക്കുന്ന. അയ്യോ, 370 ഏക്കറിലാണ് കേട്ടോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫീസ് ഉണ്ട്, ഒരാൾക്ക് 250 രൂപ വെച്ചിട്ടാണ്. ഇവിടെ കാണാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൂ ഉണ്ട്, അതുപോലെ സയൻസ് സെന്റർ, പിന്നെ പ്ലാനറ്റോറിയം, നല്ല അടിപൊളി ഒരു ഗാർഡൻ ഉണ്ട്, അതുപോലെ ലേക്ക് ഉണ്ട്, പിന്നെ ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 370 ഏക്കറിൽ ഇത്രയും സ്ഥലം നമ്മൾ കവർ ചെയ്യാൻ പറഞ്ഞാൽ ഒരു 1 ഡേ തന്നെ വേണം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മഴ ആയത് കാരണം സത്യത്തിൽ 2-3 സ്ഥലങ്ങൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പോകാൻ പ്ലാൻ ചെയ്തത് സയൻസ് സെന്റർ ആണ്. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഒടിയും പോകുന്ന നമ്മളൊക്കെ ഒരു ബിസി ലൈഫിൽ നിന്ന് മാറി ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ. നിങ്ങളിപ്പോ മാംഗ്ലൂർ വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ് ഈ പീലിക്കുള എന്ന് പറയുന്നത്. സത്യം ഇത്രയോ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോ ആർക്കും ഇത് കാണിച്ചു കൊടുക്കാറില്ല. വളരെ ബുദ്ധിപരമായിട്ടുള്ള കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ എന്തിനാ ഇവിടെ പോയത്? പാഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞ ഞാൻ 2 ആക്കിയോ രാമ. നീ ഒന്ന് ഓർത്ത് വെക്കുകയാണ് നീ എങ്ങനെ ഇട്ടെന്ന്. ഇതൊക്കെ എന്ത് ഇവിടെ അടിക്കുമ്പോ സ്ലോ കുറച്ച് വെറൈറ്റി ആണ്. അപ്പൊ ഇതെന്താ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. പീലിക്കുളയിൽ ഞങ്ങൾ ഫസ്റ്റ് കയറിയ സംഭവം ഇതാണ്. ഫുൾ ഇതുപോലെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിന്റെ
നല്ല രസമാണ് കേട്ടോ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതെന്താ വാച്ചി? ആ, എങ്ങനെയാണ്? ഇത് ഇതിലുള്ള ഫുള്ള് ലിക്വിഡ് ഇതിലും ഇതിലുമായിട്ട് ഈക്വൽ ആയിട്ടോ? ഈക്വലായിട്ട് എന്നിട്ട് വന്നോ? ഇതോ? ഇത് അതന്നെ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫുള്ളാവും. കണ്ടോ അത് ഫില്ലായതുണ്ടോ? പൈതഗോറസ് തിയറം. ഇതൊക്കെ ഇത് ഫില്ലായി. ഇതിൽ ഫില്ലാവണമെങ്കിൽ ഇത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഫില്ലാവും. ഫില്ലാവേണ്ടതാണ്. ഇത് അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റ്. അതിമ ടച്ച് ചെയ്യണം. മറ്റേ ചെരുപ്പിട്ട് കാണിട്ട് കുട്ടി. എല്ലാം ബുദ്ധിപരമായിട്ടുള്ള ആൾക്കാരാണ്. ഇതെന്താ സംഭവം? രാമചേട്ടൻ പാട്ട് ആസ്വദിക്കുന്ന രാമചേട്ടൻ. ആ വന്ന് ജൂനിയർ രാമു. കൊളാക്കി കൊളാക്കി പോയി. പതുക്കെ ഇവിടുന്നായിരുന്നു. റൗണ്ട് ചെയ്യേ. അപ്പൊ സാൻഡ് തീരും. അവിടെ നിന്നും പോയി അവിടെ സാൻഡ് തീർന്നു. സംഭവം എവിടെ നിക്കാടെ? എവിടെ? എന്താ സംഭവം? നോക്കട്ടെ എല്ലാരും. ഒന്നും കൂടെ നോക്കൂ, ഒന്നും കൂടെ നോക്കൂ. എല്ലാരും കൂടെ ടേൺ ചെയ്യേ. ആ ഓക്കെ. ഇങ്ങോട്ട് അല്ലേ ആയിട്ടില്ല. എന്തോന്നേ ആ ഇനി ഇത് നോർമൽ അല്ലേ? പരന്നിട്ട് ഇങ്ങനെ പരന്നിട്ട് രാമന് മുഖം കാണാനില്ല. ഇതില് ലെങ്ത് കൂടുതല്, ഇതില് ഹൈറ്റ് കുറവ്. ഇതിൽ ഹൈറ്റ് കുറവാ, ഹൈറ്റ് കുറവ്, ഹൈറ്റ് കൂടുതൽ. ഇതിലോ? ആ ആ ആ അതാ അതാ ശ്യാമ പശു അമ്മേ പശു പശു Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ
നടക്കേ എങ്ങനെ കറക്റ്റ് നടക്ക് സ്പീഡിൽ നടക്ക് ഇപ്പൊ നമ്മള് 3D-ലേക്കല്ലേ കയറുന്നേ ഇതിലെന്താ ഉള്ളേ ഇത് പ്ലാനറ്റോറിയം. പ്ലാനറ്റോറിയം സോ അവിടെ നമ്മളോട് ഫൈൻഡ് ചെയ്യാതിരിക്കും അടുത്ത് ഇവിടെ ഉണ്ട് ഫൈൻഡ് വേഗം കാണാൻ പറ്റും ഭയങ്കര വരും ആ പ്ലാനറ്റോറിയം അപ്പൊ ഞങ്ങള് കാണാൻ പോവാണ് കണ്ടു കഴിഞ്ഞിട്ട് പറയാം അഭിപ്രായം പറയണം ഓക്കെ അറിയില്ല വെളുപ്പിച്ചിരിക്കുകയാണ് ഈ ഫോണ് കരിപ്പോഴാണ് കൂടിയാണോ 90 ഞങ്ങള് പോവാണ് തുടങ്ങി ഓർഡർ ചക്ക എങ്ങനെ വെയിറ്റിംഗ് ആണല്ലേ സീറ്റ് വേറെ ഉണ്ടാവും അവനോട് 5 മുതൽ എവിടെ രാമു എവിടെ ആരെങ്കിലും വരികയാണെങ്കിലേ ഇങ്ങോട്ട് മാറി വെക്കണേ. സോറി ഗൈസ് ഗൈസ് സീറ്റ് നമ്പർ ഉണ്ട് എന്ത് ഇവിടെ പിള്ളേർക്കില്ലല്ലോ നമ്മൾ 4 പേരല്ലോ ആരെങ്കിലും വരികയാണെങ്കിൽ മാത്രം അതാ എന്നോട്ട് ചേച്ചി പൊട്ടനായി ഞാനോട്ട് വെക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം പറ പൊട്ടനായിരുന്നു പറ അത് പറയേണ്ട ആവശ്യമില്ല ഞാൻ വീണ്ടും If you have fleshly thoughts, the whole region of your city with animals. Back in the 1950s. ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ നിന്ന് എല്ലാം കണ്ടിറങ്ങി കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കൊടുക്കുക. ഇനി അടിപൊളി സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്. ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്, അതുപോലെ ഗൊത്തുമന ഉണ്ട്. നമ്മളെ ജയിലർ ഫിലിമിലെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ വീടാണ് ഗൊത്തുമന. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. നമ്മള് രാമചേട്ടനും ഫാമിലി എത്തിയിട്ട് ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി സെക്കൻഡ് ഡേ വരാനുണ്ട്.